ബാക്ക് ടു പീപ്പിൾസ് അക്കാഡമി. നമ്മൾ നോക്കുന്നത് മോക്ക് ടെസ്റ്റ് ആണ്. ഇത് 4ാമത്തെ മോക്ക് ടെസ്റ്റ്. ഓരോ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങൾ ജസ്റ്റ് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഒരു പേപ്പറും പേനയും എടുത്ത് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ആദ്യത്തെ ചോദ്യങ്ങളാണ്. പോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ഡച്ചുകാർ എഴുതിയത് ഏത് ഭാഷയിലാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ലാറ്റിൻ ഭാഷ. രണ്ടാമത്തെ ചോദ്യം, മനുഷ്യന് ഏറ്റവും ഉപകാരപ്രദമായ അന്തരീക്ഷ പാളി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ട്രോപ്പോസ്ഫിയർ. മൂന്നാമത്തെ ചോദ്യം, ഓക്സിജന്റെ അളവ് ഏറ്റവും നിസാരമായ തോതിൽ കാണപ്പെടുന്ന അന്തരീക്ഷ ഉയരം എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, 120 കിലോമീറ്റർ. നാലാമത്തെ ചോദ്യം, കടലുപ്പ്, പൂമ്പൊടി, ചാരം, ധൂമം, നേർത്ത മണ്ണ് ഇവ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം, പൊട്ടിപ്പടല്. അഞ്ചാമത്തെ ചോദ്യം, ബഹിരാകാശത്തിനോട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, എക്സോസ്ഫിയർ. ആറാമത്തെ ചോദ്യം, ഭൂമിയിൽ നിന്ന് അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് ഭൂമിയിലേക്ക് അയക്കുന്ന പാളി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, അയണോസ്ഫിയർ. അടുത്ത ഏഴാമത്തെ ചോദ്യം, 73-74 ഭേദഗതികൾക്ക് മുമ്പ് പാർലമെന്റ് അവതരിപ്പിച്ച് പാസ്സാക്കാതെ പോയ പഞ്ചായത്ത് രാജ് നഗരപാലികയുമായി ബന്ധപ്പെട്ട ഭേദഗതി ഏതാണ് എന്ന ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, 64-65. അടുത്ത എട്ടാമത്തെ ചോദ്യം, പ്രസ്താവനയിൽ ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, 5 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏത് എന്നാണ് ചോദ്യം. ഒന്ന് വായിച്ചു നോക്കുക. ജസ്റ്റ് ഉത്തരം ഇ ആണ്, എല്ലാം ശരിയാണ്. അടുത്ത 9ാമത്തെ ചോദ്യം, പ്രസ്താവനയിൽ തെറ്റായത് ഏതെല്ലാം എന്നാണ് ചോദ്യം. 4 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. 4 പ്രസ്താവനകൾ വായിക്കാം. ഓപ്ഷൻ സി ആണ് ഉത്തരം, CO2 സൗരവികിരണത്തിന് അതാര്യവും ഭൗമവികിരണത്തിന് സുതാര്യവുമാണ് എന്നാണ് ഇത് തെറ്റായത് കേട്ടോ. അടുത്ത 10ാമത്തെ ചോദ്യം, ചട്ടവരിയോലകൾ എന്ന പേരിൽ നിയമസംഹിത തയ്യാറാക്കിയ ദിവാൻ ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, കേണൽ മൺറോ. 11ാമത്തെ ചോദ്യം, പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിന് അധ്യക്ഷ വഹിച്ചത് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, ജവഹർലാൽ നെഹ്റു. 12ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികളിൽ പെടാത്തത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, KP കേശവൻ. ബാക്കി എല്ലാവരും 1ാം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തവരാണ്, 1ാമത്തെ ദിവസത്തില്. 13ാമത്തെ ചോദ്യം, കേരള ചരിത്രത്തിൽ എന്തിനെയാണ് മണിഗ്രാമം എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം, കച്ചവട സംഘം. 14ാമത്തെ ചോദ്യം, ആത്മവിദ്യാസംഘത്തിന്റെ സ്ഥാപകൻ ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, വാഗ്ഭട. 15ാമത്തെ ചോദ്യം, ശ്രീരംഗപട്ടണം ഉടമ്പടി 1792 മലബാർ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് കൈമാറിയ രാജാവ് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ടിപ്പു സുൽത്താൻ. 16ാമത്തെ ചോദ്യം, ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയത് എവിടെ വെച്ച് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ലക്നൗ. 17ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ വിദേശി ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, ജോർജ് യൂൾ. 18ാമത്തെ ചോദ്യം, ലോകത്തിൽ ആദ്യമായി കുടുംബാസൂത്രണ പദ്ധതി ആരംഭിച്ച രാജ്യം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഇന്ത്യ. 19ാമത്തെ ചോദ്യം, ഇന്റർപോളിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഫ്രാൻസ്. 20ാമത്തെ ചോദ്യം, അന്തരീക്ഷ വായുവിൽ ഓക്സിജന്റെ അളവ് എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 21%. 21ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അന്തരീക്ഷത്തിൽ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, മീസോസ്ഫിയർ. 22ാം ചോദ്യം, ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏഷ്യയിലെ ഏക രാജ്യം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഇന്തോനേഷ്യ. 23ാമത്തെ ചോദ്യം, യൂറോപ്പിലെ പർവ്വതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം,
റുവൻ സൂരി. ഈ നാലാമത്തെ ചോദ്യം, ഉപരിതലം മുതൽ 15-18 കിലോമീറ്റർ മുകളിലോട്ട് വ്യാപിച്ചിരിക്കുന്ന മേഘങ്ങളും പൊടിപടലങ്ങളും നിറഞ്ഞ അന്തരീക്ഷ പാളി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ട്രോപ്പോസ്ഫിയർ. 25ാമത്തെ ചോദ്യം, 49ാം പാരലൽ ലൈൻ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ വിഭജിക്കുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അമേരിക്ക, കാനഡ. ഓക്കെ, 25 മാർക്കിന്റെ ചോദ്യമാണ്, മോക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലെല്ലാം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ ടെലിഗ്രാമും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ് എല്ലാം ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.